വിവരാവകാശ നിയമത്തിലെ ചർച്ചയിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് ഒരു വെള്ളക്കടലാസിൽ ചോദ്യങ്ങൾ എഴുതി കൊടുക്കുന്നതും അവർ അതിനുള്ള മറുപടി ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായി നമുക്ക് തപാൽ വഴി അയച്ചു തരുന്നു എന്നാണ്. എന്നാൽ പേജുകളുടെ എണ്ണം കൂടുമ്പോൾ വലിയൊരു തുക നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് ഫീസായി നൽകേണ്ടി വരാറുണ്ട്. ഇതിന് പകരം നമുക്ക് നേരിട്ട് വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ചെന്ന് ഫയലുകളൊന്ന് ഒപ്പിട്ട് നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സർക്കാർ റോഡ് പണി നേരിട്ട് ചെന്ന് പരിശോധിക്കാനോ നിയമത്തിൽ വല്ല വകുപ്പുമുണ്ടോ? വിവരാവകാശ നിയമത്തിലെ ഏറ്റവും പവർഫുള്ളായ എന്നാൽ പലർക്കും അറിയാത്ത ഒരു വശമാണിത്. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വെറുതെ വിവരങ്ങളുടെ കോപ്പി വാങ്ങുക മാത്രമല്ല ചെയ്യാനാകുന്നത്. ഒരു സർക്കാർ ഓഫീസിൽ നേരിട്ട് ചെന്ന് അവിടുത്തെ ഫയലുകൾ, രേഖകൾ, മാപ്പുകൾ എന്നിവ നേരിട്ട് പരിശോധിക്കാനും നമുക്ക് പൂർണ്ണ അവകാശമുണ്ട്. നിയമം അവിടെയും തീരുന്നില്ല. നിങ്ങൾ നാട്ടിലെ ഒരു റോഡ് പണിയോ പാലം പണിയോ അല്ലെങ്കിൽ ഒരു സർക്കാർ കെട്ടിട നിർമ്മാണമോ നടക്കുന്നുണ്ടെന്ന് കരുതുക. അതിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ആ നിർമ്മാണ സ്ഥലത്ത് നേരിട്ട് ചെന്ന് പരിശോധിക്കാനും അവിടെ ഉപയോഗിക്കുന്ന സിമെന്റ്, മണ്ണ് അല്ലെങ്കിൽ മെറ്റൽ എന്നിവയുടെ സാമ്പിളുകൾ ഔദ്യോഗികമായി ശേഖരിക്കാനും ഈ നിയമപ്രകാരം പൗരന് അവകാശമുണ്ട്. അതിന് എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? നമ്മൾ സാധാരണ അപേക്ഷ എഴുതുന്നത് പോലെ തന്നെ എഴുതുക. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അപേക്ഷയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്: വിവരാവകാശ നിയമപ്രകാരം ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഫയലുകൾ എനിക്ക് നേരിട്ട് പരിശോധിക്കാൻ താല്പര്യമുണ്ട്. അതിനായുള്ള ഒരു ദിവസവും സമയവും അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി ഇതിന്റെ ഫീസ് ഘടന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ നൽകുന്ന 10 രൂപ അപേക്ഷ, അതായത് കോർട്ട് ഫീസ് സ്റ്റാമ്പ്, ഇതിനും ബാധകമാണ്. അപേക്ഷ സ്വീകരിച്ച് അവർ തരുന്ന തീയതിയിൽ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ ഫയലുകൾ പരിശോധിക്കാൻ യാതൊരുവിധ അടിയന്തര ഫീസും നൽകേണ്ടതില്ല. എന്നാൽ പരിശോധന നീണ്ടുപോവുകയാണെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം വരുന്ന ഓരോ 15 മിനിറ്റിനും 10 രൂപ വീതം നമ്മൾ അധിക ഫീസായി അടയ്ക്കേണ്ടി വരും. അതായത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫയലുകൾ നോക്കി തീർത്താൽ വെറും 10 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. ഫയലുകൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും പേജിന്റെ പകർപ്പ് വേണമെന്ന് തോന്നിയാൽ ആ പേജുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് നൽകാം. അതിനുശേഷം ഓരോ പേജിനും നിയമപ്രകാരമുള്ള ഫോട്ടോസ്റ്റാറ്റ് ഫീസ്, കേരളത്തിൽ യൂഷ്വലി അത് 2 രൂപ വീതമാണ്, ഒടുക്കി അതിന്റെ സർട്ടിഫൈഡ് കോപ്പികൾ നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു സംശയമാണത്. എനിക്ക് എൻ്റെ അയൽക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ അല്ലെങ്കിൽ എന്നോട് ശത്രുതയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൃത്യമായ ശമ്പള സർട്ടിഫിക്കറ്റോ സർവീസ് ബുക്കിൻ്റെ കോപ്പിയോ ഒക്കെ വിവരാവകാശം വഴി ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? ഇങ്ങനെ നമ്മൾ അപേക്ഷ നൽകുന്ന ആളും മറുപടി നൽകേണ്ട ഓഫീസും അല്ലാതെ അതിനിടയിൽ വരുന്ന മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളെയല്ലേ നമ്മൾ മൂന്നാം കക്ഷി വിവരങ്ങൾ അഥവാ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്? ഇത്തരം വിവരങ്ങൾ നിയമപരമായി നമുക്ക് ലഭിക്കുമോ? വിവരാവകാശ നിയമത്തിൽ വളരെ ഗൗരവത്തോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ഈ മൂന്നാം കക്ഷി വിവരങ്ങൾ. വിവരാവകാശ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ബാലൻസിംഗ് ആക്ട് ആണ്. ഈ നിയമത്തിലെ സെക്ഷൻ 8(1)(j) പ്രകാരം ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ നിയമം ശക്തമായി സംരക്ഷിക്കുന്നുണ്ടെന്ന് പറയാം. പൊതുപ്രവർത്തനവുമായോ പൊതുജന താൽപര്യവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ തികച്ചും സ്വകാര്യമായ വിവരങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ഈ വകുപ്പ് കൃത്യമായി പറയുന്നു. ഇതിനായി ഈ നിയമത്തിൽ സെക്ഷൻ 11 എന്ന പേരിൽ പ്രത്യേകമായ ഒരു ചട്ടം തന്നെയുണ്ട്. നമ്മൾ മറ്റൊരാളുടെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ ഒരു PIO അത് വെറുതെ എടുത്തു തരില്ല. അതിന് കൃത്യമായ ചില നിയമവഴികളുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം: ഒരാളുടെ തികച്ചും സ്വകാര്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ലോൺ രേഖകൾ, പാൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയൊന്നും മറ്റൊരു വ്യക്തിക്ക് നിയമപരമായി നൽകാൻ കഴിയില്ല. കാരണം അത് ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തിഗത സ്വകാര്യത, അതായത് റൈറ്റ് ടു പ്രൈവസിയുടെ പരിധിയിൽ വരുന്നതാണ്. ഒരു സർക്കാർ ഓഫീസിലെ ജീവനക്കാർ വാങ്ങുന്നത് പൊതുജനങ്ങളുടെ നികുതി പണമാണല്ലോ. അതുകൊണ്ട് അയാളുടെ പ്രതിമാസ ശമ്പളം എത്രയാണെന്ന്, അതായത് സാലറി സ്ട്രക്ചർ അറിയാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെഡിക്കൽ ലീവ് സർട്ടിഫിക്കറ്റ്, അയാളുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, കുടുംബാംഗങ്ങളുടെ വിലാസം അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലെ വ്യക്തിപരമായ പേഴ്സണൽ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയൊന്നും മറ്റൊരു തേർഡ് പാർട്ടിക്ക് വെറുതെ ചോദിച്ചാൽ PIO നൽകില്ല. കാരണം ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൽപ്പെട്ടതാണ് ഒരുവന്റെ സ്വകാര്യതയും. ഇനി ഒരാളുടെ സർവീസ് രേഖകളോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത മറ്റെന്തെങ്കിലും വിവരങ്ങളോ ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ സെക്ഷൻ 11 പ്രകാരം PIO താഴെ പറയുന്ന നടപടികളാണ് സ്വീകരിക്കുക. ആദ്യമായി നോട്ടീസ് അയക്കും. നമ്മളൊരു മൂന്നാം കക്ഷിയുടെ വിവരം ചോദിച്ചാൽ അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിൽ PIO ആ മൂന്നാം കക്ഷിക്ക് ഒരു നോട്ടീസ് അയക്കണം.
ഇന്നയാൾ നിങ്ങളുടെ ഈ വിവരം ചോദിച്ചിട്ടുണ്ട്, ഇത് നൽകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. അടുത്തതായി അഭിപ്രായം കേൾക്കുക. നോട്ടീസ് കിട്ടി 10 ദിവസത്തിനകം ആ മൂന്നാം കക്ഷിക്ക് തന്റെ മറുപടി എഴുതി അയക്കാം. അവർ എന്റെ വിവരങ്ങൾ നൽകരുത് എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ ആ വിവരം നിഷേധിക്കപ്പെടും. അപ്പോൾ ആ മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊട്ടും കിട്ടില്ലേ? അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും എൻ്റെ വിവരം നൽകരുത് എന്നല്ലേ പറയൂ? അപ്പോൾ ഒരു സംശയം വരുന്നത്, ഇങ്ങനെ സ്വകാര്യതയുടെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഭാഗത്തുള്ള വലിയ വീഴ്ചകളോ അഴിമതിയോ ഒക്കെ സുഖമായി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലേ? അതിനെ മറികടക്കാൻ നിയമത്തിന് എന്താണ് വഴി? അതിനാണ് ഇതേ സെക്ഷൻ 8(1) ജയിൽ തന്നെ വളരെ വ്യക്തമായി ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഒരു വലിയ അധികാരം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പൊതുജന താല്പര്യം അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. നിയമം പറയുന്നത് എന്തെന്നാൽ, മൂന്നാം കക്ഷി എതിർത്താൽ പോലും ഒരു വിവരം വ്യക്തിപരമാണെങ്കിൽ പോലും അത് പുറത്തുവിടുന്നത് വഴി സമൂഹത്തിന് വലിയൊരു നന്മയുണ്ടാകും, അല്ലെങ്കിൽ വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, അതായത് ഒരു ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് PIOക്കോ വിവര കമ്മീഷനോ ബോധ്യപ്പെട്ടാൽ ആ മൂന്നാം കക്ഷിയുടെ എതിർപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ആ രഹസ്യ വിവരം അപേക്ഷകന് നൽകാൻ നിയമം പൂർണ്ണ അധികാരം നൽകുന്നുണ്ട്. ഇതിന് പ്രായോഗികമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ജോലി നേടിയതെന്ന് കരുതുക. ആ സർട്ടിഫിക്കറ്റ് അയാളുടെ പേഴ്സണൽ രേഖയാണ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഒരു അർഹതയില്ലാത്ത വ്യക്തി പൊതുപണം കൈപ്പറ്റുന്നത് പൊതുജന താല്പര്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ ആ വ്യക്തിഗത വിവരവും പൊതുജനങ്ങൾക്ക് നൽകേണ്ടി വരും. ചുരുക്കത്തിൽ, അനാവശ്യമായി മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ളതല്ല ഈ നിയമം. വ്യക്തിഗത സ്വകാര്യതയെ മാനിക്കണം. എന്നാൽ പൊതുനന്മയ്ക്കും അഴിമതിക്കും എതിരെയുള്ള പോരാട്ടമാണെങ്കിൽ അവിടെ വ്യക്തിഗത സ്വകാര്യതയേക്കാൾ മുൻഗണന പൊതുജന താല്പര്യത്തിന് അഥവാ പബ്ലിക് ഇൻട്രസ്റ്റിന് തന്നെയായിരിക്കും. വിവരാവകാശ നിയമമനുസരിച്ച് രാജ്യത്തെ ഏത് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ചോദിക്കാമെന്ന് നമ്മൾ സംസാരിച്ചല്ലോ. എന്നാൽ ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ വിവരങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റുമോ? രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമോ? അതോ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ചില സുപ്രധാന സ്ഥാപനങ്ങളുണ്ടോ? ജനാധിപത്യത്തിൽ സുതാര്യത എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. ഇതിനായി വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 8, 24 എന്നീ 2 സുപ്രധാന വകുപ്പുകളുണ്ട്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം രാജ്യത്തിന്റെ സുരക്ഷയും രഹസ്യാന്വേഷണത്തിനെയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചില സുപ്രധാന ഏജൻസികളെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ട പ്രധാന സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ RAW, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്. അടുത്തതായി IB, ഇന്റലിജൻസ് ബ്യൂറോ, ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ സുരക്ഷാ സേനകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളോ തന്ത്രപ്രധാനമായ നീക്കങ്ങളോ വിവരാവകാശം വഴി ചോദിച്ചാൽ ലഭിക്കില്ല. രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് എല്ലാത്തിനും മുകളിൽ. പക്ഷേ ഈ പറയുന്ന വലിയ സുരക്ഷാ ഏജൻസികളുടെയോ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതിയോ അല്ലെങ്കിൽ സാധാരണക്കാരോട് ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളോ നടന്നാൽ ഞങ്ങൾ സെക്ഷൻ 24 പരിധിയിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അവർക്ക് അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഈ നിയമത്തിന്റെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ഇളവ് വരുന്നത്. ഈ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾക്കാകെ നൽകിയിരിക്കുന്ന കവചത്തിന് ഒരു വലിയ പരിധിയുണ്ട്. നിയമത്തിൽ പറയുന്നത്, ഈ സ്ഥാപനങ്ങളിൽ പോലും താഴെ പറയുന്ന 2 കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവർക്ക് വിവരാവകാശത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ആദ്യമായി, അഴിമതി ആരോപണങ്ങൾ, അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ. ഈ സുരക്ഷാ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക അഴിമതിയോ പൊതുപണം വകമാറ്റി ചിലവഴിക്കലോ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം ജനങ്ങൾക്ക് നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അടുത്തതായി, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്. ഈ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും പൗരനെതിരെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരവും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെങ്കിൽ ബന്ധപ്പെട്ട വിവര കമ്മീഷന്റെ മുൻകൂർ അനുമതി കൂടി വാങ്ങേണ്ട ആവശ്യമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം നമുക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ ചോദിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്വകാര്യ സ്കൂളുകൾ, എയ്ഡഡ് കോളേജുകൾ,
പ്രൈവറ്റ് കമ്പനികൾ, വലിയ NGOകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയിൽ നിന്നൊക്കെ വിവരാവകാശം വഴി നേരിട്ട് വിവരങ്ങൾ ചോദിക്കാൻ പൗരന് അവകാശമുണ്ടോ? ഇവരൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് വിവരാവകാശ നിയമത്തിന് പുറത്താണോ? ശ്രോതാക്കൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു സംശയമായിരിക്കുമല്ലേ ഇത്? ഇതിനുള്ള ഉത്തരം ഒരൊറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. ഒരു സ്ഥാപനം പൂർണ്ണമായും സ്വകാര്യമാണോ അതോ അതിൽ സർക്കാരിന്റെ വല്ല പങ്കുമുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് ഇത് നിലനിൽക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2H പ്രകാരം പബ്ലിക് അതോറിറ്റി അഥവാ പൊതുസ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നവരിൽ നിന്ന് മാത്രമേ നമുക്ക് നേരിട്ട് വിവരം ചോദിക്കാൻ കഴിയൂ. ഇതിൽ സ്വകാര്യ സ്ഥാപനങ്ങളെയും NGOകളെയും തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സബ്സ്റ്റാൻഷ്യലി ഫൈനാൻസ്ഡ് ആയ സ്ഥാപനങ്ങൾ. ഒരു സ്ഥാപനം നടത്താൻ ആവശ്യമായ ഫണ്ടിന്റെ ഭൂരിഭാഗവും നൽകുന്നത് സർക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ സബ്സിഡിയോ സൗജന്യമായ ഭൂമിയോ ഒക്കെ ലഭിച്ചിട്ടുള്ള NGOകളും ട്രസ്റ്റുകളും ആണെങ്കിൽ അവ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരും. ഉദാഹരണത്തിന് എയ്ഡഡ് സ്കൂൾസ്, കോളേജസ് ഇവ സ്വകാര്യ മാനേജ്മെന്റുകളാണെങ്കിൽ കൂടി അവിടുത്തെ അധ്യാപകരും ജീവനക്കാരുടെയും ശമ്പളം നൽകുന്നത് സർക്കാരാണ്, അതായത് പൊതുജനങ്ങളുടെ നികുതി പണമാണ്. അതുകൊണ്ട് തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നത് കോടതികൾ തന്നെ വ്യക്തമാക്കിയതാണ്. അവിടെ നമുക്ക് നേരിട്ട് അപേക്ഷ നൽകാം. പൂർണ്ണമായും സ്വകാര്യമായ ഒരു കമ്പനിയോ ഒരു IT പാർക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു റെസിഡൻസ് അസോസിയേഷനോ ആണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ കഴിയില്ലേ? അതിന് വല്ല പരോക്ഷമായ വഴികളുമുണ്ടോ? അങ്ങനെയുള്ള പൂർണ്ണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ നേരിട്ട് ചോദിക്കാൻ കഴിയില്ല. കാരണം അവ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്ന പൊതുസ്ഥാപനങ്ങളല്ല. പക്ഷെ അവിടെയാണ് നിയമം നമുക്ക് തരുന്ന ഒരു ഇൻഡയറക്റ്റ് വഴി. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സ്വകാര്യ കമ്പനിയും ഫാക്ടറിയും ഹോസ്പിറ്റലും അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനും ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിന്റെ ലൈസൻസോടെയോ നിയന്ത്രണത്തിലോ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F അനുസരിച്ച് ഒരു സർക്കാർ വകുപ്പിന് നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിളിപ്പിച്ചു വരുത്താൻ അധികാരമുള്ള എല്ലാ രേഖകളും വിവരാവകാശ പരിധിയിൽ വരും. എളുപ്പമുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരുടെ PF വിവരങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ജോലി സാഹചര്യങ്ങളോ ആണ് അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിക്കല്ല അപേക്ഷ നൽകേണ്ടത്. പകരം അതത് ജില്ലയിലെ ലേബർ ഓഫീസിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്. ലേബർ ഓഫീസർക്ക് ആ കമ്പനിയിലെ രേഖകൾ വിളിപ്പിച്ച് പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ട്. അങ്ങനെ ലേബർ ഓഫീസ് വഴി ആ സ്വകാര്യ വിവരങ്ങൾ നമുക്ക് പരോക്ഷമായി ചോദിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിനെ കുറിച്ചോ സ്കൂളിനെ കുറിച്ചോ ആണ് ക്വയറിയെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ അപേക്ഷ നൽകി വിവരങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റി രജിസ്ട്രാർ ഓഫീസ് വഴിയും വിവരങ്ങൾ അറിയാം. വ്യക്തിയുടെ സ്വകാര്യതയും സംരക്ഷിക്കണം, എന്നാൽ അഴിമതി പുറത്തു കൊണ്ടുവരാൻ സുതാര്യതയും വേണം. ഒരു ത്രാസിന്റെ ഇരുവശങ്ങളിലും വെക്കാവുന്ന 2 കാര്യങ്ങളാണല്ലോ ഇത്. ഒരു PIO എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളും ഒരുപോലെ തുലനം ചെയ്യുന്നത്? ഒരു വിവരം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വിവരാവകാശ നിയമം PIOക്ക് മനോഹരമായ ഒരു ഗോൾഡൻ റൂൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ നിയമനിർമ്മാണ സഭകൾക്ക് അഥവാ പാർലമെന്റിനോ നിയമസഭയ്ക്കോ നിഷേധിക്കാൻ കഴിയാത്ത ഒരു വിവരവും രാജ്യത്തെ ഒരു സാധാരണ പൗരനും നിഷേധിക്കാൻ പാടില്ല. ഒരു അപേക്ഷ വരുമ്പോൾ PIO ചിന്തിക്കേണ്ടത് ഈ ചോദ്യം നമ്മുടെ നിയമസഭയിലാണ് ചോദിക്കുന്നതെങ്കിൽ സർക്കാർ മറുപടി നൽകുമോ എന്നാണ്. നിയമസഭയ്ക്ക് നൽകാൻ കഴിയുന്ന ഏതൊരു വിവരവും പൊതുജനത്തിനും നൽകിയിരിക്കണം. ചുരുക്കത്തിൽ അനാവശ്യമായി മറ്റുള്ളവരുടെ വ്യക്തിജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ളതല്ല ഈ നിയമം. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടക്കുന്ന ഒരു പൊതു സംവിധാനത്തിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വകാര്യതയേക്കാൾ വലിയ മുൻഗണന സുതാര്യത, അതായത് ട്രാൻസ്പെറൻസിക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള സുതാര്യതയും വേണം, അതേസമയം സർക്കാർ ഓഫീസുകളുടെ കാര്യക്ഷമതയും നഷ്ടപ്പെടാൻ പാടില്ല. കോടതികൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. കമ്മീഷനും കോടതികളും ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഒരു വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിവരാവകാശ നിയമം എന്നത് സർക്കാർ ഓഫീസുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാനുള്ള ഒരു ഉപകരണമായിരുന്നെന്ന്. ഒരു ഓഫീസിലെ ജീവനക്കാർ മുഴുവൻ സമയവും ഇത്തരം അനാവശ്യവും ഭീമവുമായ വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറാക്കാൻ മാത്രം ഇരുന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട മറ്റ് വികസന കാര്യങ്ങളും ഫയലുകളും വൈകും. അതുകൊണ്ട് നിയമം എപ്പോഴും ആവശ്യപ്പെടുന്നത് ഒരു ബാലൻസിങ് ആക്ട് ആണ്. ജനങ്ങളുടെ അവകാശങ്ങളും പൊതുപണത്തിന്റെ വിനിയോഗവും അറിയാൻ സുതാര്യത 100% വേണം. എന്നാൽ അത് ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അനാവശ്യ ഇടപെടലുകളാകരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിവരാവകാശ അപേക്ഷകൾ എപ്പോഴും കൃത്യവും വ്യക്തവും പൊതുജന നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ളതും ആകണം. വിവരാവകാശ നിയമങ്ങളെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.
മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.